അതെ, അത് കുറച്ച് നീണ്ടിട്ടാണ് ഇങ്ങനെ കിടക്കണത്. ഇത് പക്ഷേ കുറച്ച് നല്ല ഉരുണ്ട ടൈപ്പായിട്ട് കിടക്കണം. നല്ല പൊളി സാധനമുണ്ട്, അത് നല്ല ടേസ്റ്റുള്ള ഞാവൽപ്പഴം. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഫുഖാൻ വാട്ടർഫോൾസ് കേട്ടോ. കാറ്റ് പിടിക്കുക നമ്മുടെ വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 60-65 ആ റേഞ്ചിലാണ് വന്നത്. പിന്നെ എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഹൈവേയിൽ വന്ന് കയറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ വരണ വഴിക്ക് നമ്മളൊരു ഈത്തപ്പഴം കണ്ടതാണ്. അതല്ലേ, ഈ സാധനം മേത്ത് കുത്തിയ ചോര വരും, കടയും നല്ല കടച്ചിൽ വരും. എത്ര താഴത്തെന്നറിയോ കെടുന്നിട്ട് നിലം അവിടെ നിലത്ത് മുട്ടണല്ലോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ കളി. ഇത് വെറൈറ്റി ഈത്തപ്പഴം, ഇത് ആയി വരണുള്ളൂ. ഇതെന്താ, ഇത് ആയി വരുന്നുള്ളൂ. ഇതൊരു വെറൈറ്റി മോഡലാണ്. അതല്ലേ, ഇത്ര മെച്ചമായില്ല. 3 അങ്ങനെ ഒരു വേറെ പ്രത്യേക ടൈപ്പില്ലേ. അതെ, അപ്പൊ ഇത് നോക്കുമ്പോ കൊലകൊലയാണ്. അതെ, അത് കുറച്ച് നീണ്ടിട്ടാണ് ഇങ്ങനെ കിടക്കണത്. ഇത് പക്ഷേ കുറച്ച് നല്ല ഉരുണ്ട ടൈപ്പായിട്ട് കിടക്കണം. എന്താ ഉണങ്ങി ചുക്കായി കണ്ടില്ലേ. പക്ഷേ ഇത് നല്ല ചോറുള്ള തുടുത്ത് നിൽക്കണ്ടില്ല. അതെ, കാണുമ്പോൾ തന്നെ അടിപൊളിയുണ്ട്. പിന്നെ അവിടെ നോക്കി ചില ചോപ്പ് തന്നെയാണ് പിന്നെ ഉള്ളത്. മീതകത ഈത്തപ്പഴം, മീതക്കാട് വീടിൻ്റെ പുറത്തുള്ള ഒരു ഈത്തപ്പഴം പൊട്ടിച്ചേരാന്ന് പറഞ്ഞതിനോട്. ഇത് അടിപൊളി സാധനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലിച്ചിയുടെ എത്ര വലിപ്പമുള്ളൂ ഇത്. ആദ്യം ഒന്ന് കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മീതക്കാട് വീടിൻ്റെ അടുത്തുള്ള ഈത്തപ്പഴം. കഴിച്ചു നോക്കിയത് എങ്ങനെ നോക്കാം. അടിപൊളി സാധനം. പുളി ഈത്തപ്പഴം ചമർപ്പില്ലല്ലോ. ഇല്ല. സാധാരണ ചമർപ്പുണ്ടാവില്ല, ചെറുതായിട്ട്. സാധാരണ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ചെറുതായിട്ട് ചമർപ്പുണ്ടാവും. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ചമർപ്പില്ല, നല്ല മധുരമാണുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പൊട്ടിച്ചത് നമ്മുടെ ഞാവൽപ്പഴം ഇരുന്നിട്ട് കഴിക്കുകയാണ്. നല്ല ഉപ്പുവെള്ളത്തിലല്ല കഴിക്കുന്നത്, ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയപ്പോൾ വേറെ ലെവലിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഞാവൽപ്പഴം കഴിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ അമീദക്ക നമ്മുടെ വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അമീദക്കാടെ ഇൻസ്റ്റാഗ്രാം പേജിലാണുള്ളത്. അപ്പോൾ ഇതാണ് അമീദക്കാടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID, അമീദ് കുറ്റൂർ എന്നാണ്. അപ്പോൾ ഇവിടെ പോയെന്നുണ്ടായാലും നമുക്ക് കാണാം. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ പോയാലും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ വീഡിയോക്ക് ഒരു കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തോളൂ. അമീദ്ക്കാർക്ക് ഇപ്പോൾ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? ഇല്ല, ചങ്കളെ എന്നെ കാണുന്ന ചങ്കള് സപ്പോർട്ട് ചെയ്യുക, തലമിന്ന. ഇനി എന്തെങ്കിലും പൊട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കുക. ഫോൺ പൊട്ടിക്കണ്ട കേട്ടോ, നാളെയും കാണണം വീഡിയോ. അപ്പം അങ്ങനെ, അപ്പോൾ വേറെ ലെവലായിട്ട് ഇത് എന്തായാലും നല്ല പൊളി സാധനമുണ്ട്. അത് നല്ല ടേസ്റ്റുള്ള ഞാവൽപ്പഴം. അപ്പം അമീദ്ക്ക, അപ്പോൾ നമ്മുടെ അമീദ്ക്കാട് അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. എത്ര സമയത്തായി അമീദ്ക്ക? സമയം ഇപ്പോൾ 6:22 ശരിക്കും പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് അല്ലേ, 10 മണിക്കല്ല, അപ്പോൾ 9:30 ആകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം 9:30 ഇരുന്നിട്ട് ഞങ്ങൾ കുറേ ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ കുറേ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ ഞാനിപ്പോൾ ഇത് ഇറങ്ങാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ അമീദ്ക്ക ഒരുപാട് താങ്ക്സ്. വേറെ എന്താ പറയുക, ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ഒക്കെ ചെയ്തതിന് എനിക്ക്. പിന്നെ ഇൽഫാഖ് എന്തെങ്കിലും പറയണോ? ഇൽഫാഖ് എന്തെങ്കിലും പറ. സന്തോഷം നിനക്കെന്താ പറയാനുള്ളത്? അതെ, ഓക്കെ. രണ്ടാൾക്കും ഷെയ്ക്കായിട്ട് തരാം. ഓക്കെ, വളരെ സന്തോഷം കണ്ടതിൽ. ബാബിയോട് പറയണം. ഓക്കെ, യൂട്യൂബ് ചാനലിൽ കണ്ടോളൂ. അതെ, ഓക്കെ. അമീദ്ക്കാട് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ പോണത് കോർഫുഖാനിലേക്കാണ് നമ്മൾ ഇനി പോണത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദിബ്ബേന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫുജേറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഫുജേറ പോണ വഴി കണ്ടില്ലേ, ഫുള്ള് മലകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് തണവുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ. ഞാൻ എന്തായാലും വെയിൽ മാറിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു. ഇത് പോണ വഴിക്കുള്ള കാഴ്ചകളാട്ടോ. ഇങ്ങനത്തെ ഫുള്ള് മലകളും ഒക്കെയാണ് നമുക്ക് ഇനി കാണാനുള്ളത്.
കണ്ടില്ലേ ഇവിടെ നോക്കുമ്പോഴൊരു വ്യൂ, എന്താ കടലാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. വേറെ ലെവൽ ഹൈവേ അല്ലേ. അങ്ങനെ നമ്മളിത് കോർഫുഖാൻ എത്തനേക്കാട്ടും മുന്നുള്ള ടണലിൽ കയറാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഫുഖാൻ വാട്ടർഫോൾസ് കേട്ടോ. എങ്ങനെയുണ്ട്? വേറെ ലെവൽ വാട്ടർഫോൾസ് അല്ലേ. ലൈറ്റിങ്ങും എല്ലാതും അടിപൊളിയുണ്ട് കാണാൻ. ഇവിടെ നോക്കി വെച്ചാൽ ആ സൈഡൊക്കെ ഫുള്ള് ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ. ഫുള്ള് ലൈറ്റിങ്ങും പാർക്കിങ്ങും ഒക്കെ ഉണ്ട്. രാത്രി കാണുമ്പോൾ വേറെ ലെവലാണ്. പകൽ ഈ ലൈറ്റ് ഇല്ലാത്ത കാരണം വലിയ രസം ഉണ്ടാവില്ല. രാത്രി ആകുമ്പോൾ ഈ ലൈറ്റ് ഉള്ളത് കൊണ്ട് വളരെ ഭംഗിയുണ്ട് കാണാൻ. ടോപ്പൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ് കോർഫുഖാൻ. ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കാർ പാർക്കിങ്ങിൻ്റെ ഇതിലാണ് ഞാൻ വണ്ടി വെച്ചുള്ളത്. അതുകൊണ്ട് ഇപ്പം എല്ലാം ഇനി പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വന്നു. അപ്പോൾ ജസ്റ്റ് ആ വാട്ടർഫോൾസ് കണ്ടു വന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോണത് ഫുജേറയ്ക്കാണ് കേട്ടോ. ഫുജേറയിൽ നിന്നാണ് നമ്മൾ നേരെ ദുബായിക്ക് പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുജേറ ദിബ ഭാഗത്തൊന്നും അങ്ങനെ ഫൈനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. ദുബായ് പോലെ ദുബായിൽ എവിടെ വെച്ചാലും അങ്ങനത്തെ ഫൈനിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പാർക്കിങ്ങിൽ വെച്ചത്. ഇനി വല്ല പ്രശ്നം ഉണ്ടാവേണ്ട വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നതും. ഇവിടെ നോക്കുക വെച്ചാൽ മനോഹരമായ ഫൗണ്ടൻ ഒക്കെ കാണാം കേട്ടോ. വാട്ടർ ഫൗണ്ടൻ. നമ്മളിവിടെ നിന്ന് നേരെ പോയാൽ ദുബായ്, പിന്നെ ഇവിടുന്ന് നമ്മളെന്തായാലും ഫുജേറയ്ക്കാണ് പോണത്. നല്ല മനോഹരമായ റൗണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ രണ്ട് മലയുടെ ഇടയിൽ കൂടെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റാണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഫുള്ള് എയർ പിടിക്കുക. എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫുള്ള് മല. ആ മലയുടെ അടിക്കൂടി ഒരു റോഡ്. അങ്ങനത്തെ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഫുജേറയിൽ നിന്ന് വന്നത്. കാറ്റ് പിടിക്കുക നമ്മുടെ വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 60-65 ആ റേഞ്ചിലാണ് വന്നത്. പിന്നെ എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഹൈവേയിൽ വന്ന് കയറുകയാണ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ ബാക്കിലുള്ള ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഞാനൊരു പെട്രോൾ അടിച്ചു. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് പെട്രോൾ അല്ലേ. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം 50 സംതിങ് ഉണ്ട് ദുബായിക്ക്. അപ്പോൾ നമ്മുടെ റൈഡ് ശരിക്കും പറഞ്ഞാലും രാത്രി വേറെ ലെവലാണ് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആസ് എ ബൈക്കർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ റൈഡ്, നൈറ്റ് റൈഡ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഈ റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നല്ല രസത്തിൽ. ഇപ്പോൾ ആ ഒരാളും ഇല്ല, അതായത് കാറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ ആളാണ് ബൈക്കിൽ ഇങ്ങനെ പോണത്. അപ്പോൾ വേറെ ലെവലാണ് രാത്രി ഈ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കാൻ.